ഈ അഭിനയിക്കണമെന്നല്ലാതെ ഹിറ്റോ? ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കെതിരായി എഫ്ഐആറിലെ സീരിയൽ നടന്മാർക്കെതിരായി ലൈംഗിക ആരോപണം. സീരിയൽ നടന്മാരായ ബിജു സോപാനും SP ശ്രീകുമാർ എന്നിവർക്കാണ് സീരിയൽ നടിയുടെ ആരോപണം വന്നിരിക്കുന്നത്. നേരത്തെ ഹേമ കമ്മിറ്റിയിൽ ഈ സീരിയൽ നടി ആരോപണം പറഞ്ഞിരുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും തൃക്കാക്കര പോലീസ് ഇത് സംബന്ധിച്ച നടപടികൾ തുടങ്ങി. ഇൻഫോബാത്ത് പോലീസ് സ്റ്റേഷനിലെ FIR ആയി ബിജുവിനും ശ്രീകുമാറിനുമെതിരെ 1-2 പ്രതികളായിട്ടാണ് FIR എടുത്തിരിക്കുന്നത്. കേരളത്തിലെ സീരിയൽ രംഗത്തെ ഏറ്റവും മുടിചൂടാ മന്നന്മാരായ ഈ നടന്മാര് കാണിച്ച അതിക്രമം, ലൈംഗിക അതിക്രമത്തിനെതിരായിട്ടാണ് കേസ്. ബിജു സോപാനം നല്ല ആർട്ടിസ്റ്റാണ്, നല്ല നടനാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനാണ്. കുടുംബ സദസ്സുകളിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. ശ്രീകുമാർ SP-യുടെ അഭിനയം തെറ്റില്ല, ഇയാളോടൊപ്പം അയാളും ഈ സീരിയൽ രംഗത്ത് ശോഭിക്കുന്ന 2 താരങ്ങളാണ്. പക്ഷേ അവരുടെ പ്രവൃത്തിയിലെ ചില അപാകതകൾ കണ്ടെത്തി ഒരു നടി ഏതായാലും ലൈംഗിക അതിക്രമത്തിന് ഹേമ കമ്മിറ്റി മുമ്പാകെ പോയി പരാതി പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഹേമ കമ്മിറ്റിയിലെ പല കേസുകളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അവരാണ് അന്വേഷിക്കുന്നത്. അവർ ഈ അന്വേഷണം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. സീരിയൽ നടി ഹേമ കമ്മിറ്റി മുമ്പ് അന്നേ കൊടുത്ത പരാതിയിൽ FIR ആകുന്നത് ഇപ്പോഴാണ്. ഇവർക്ക് രണ്ടുപേർക്കെതിരായി FIR-ല് അവർ ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവര് ഡ്രസ്സ് മാറുന്നിടത്തോടെയോ മൊബൈലോ ക്യാമറയോ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് 376 റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത്. ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവര് അവർ ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ SP ആ നടിയെ ഭീഷണിപ്പെടുത്തി. തീർച്ചയായിട്ടും ആ ഭീഷണി ഇന്റിമിഡേഷനാണ്, ഭീഷണിയാണ്. അത് 506(2) വകുപ്പിനകത്ത് വരും. ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല. അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു. കാരണം ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങൾ നമ്മൾ വിചാരിക്കും ഒരു കളിക്കൊക്കെ കാണിക്കുന്ന ഒരു തമാശ രീതിയിലൊക്കെ ആയിരിക്കാം അവതരിപ്പിക്കുന്നതെങ്കിലും അവരെ കയറി പിടിച്ചെന്നോ അവരെ റേപ്പ് ചെയ്തെന്നോ ആരോപണമില്ല. അതേസമയത്ത് അവരുടെ പ്രൈവസിക്കെതിരായിട്ട് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടുപേരെയും കേസെടുക്കും. കോടതിക്ക് ബെയിൽ കൊടുക്കാൻ വേണമെങ്കിൽ, കാരണം റേപ്പിലോട്ടൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്ന കാര്യങ്ങൾ. എൻ്റെ FI സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല. ഇനി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തരം കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ നമ്മുടെ ഉപ്പുമുളക് സീരിയലിലെ ബാലുവും അതുപോലെ തന്നെ ശ്രീകുമാറിനെ പറ്റിയുള്ള ഒരു പ്രമുഖ നടി പരാതി കൊടുത്തിരുന്നു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതും ലൈംഗിക അതിക്രമത്തിനെതിരെയായിട്ടുള്ള ഒരു പരാതിയായിരുന്നു ഈ ഒരു പ്രമുഖ നടി ഇവർക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ബാലു പീഡിപ്പിക്കാൻ ശ്രമിച്ചും അതുപോലെ തന്നെ ശ്രീകുമാർ പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നുള്ള ഒരു പരാതിയായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടത് റിട്ടയർഡ് ആയിട്ടുള്ള SP ജോർജ് ജോസഫ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഈ ഒരു പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്ത് പറഞ്ഞതും. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആ പ്രമുഖ നടി ആരാണെന്നുള്ള കാര്യം ഇതുവരെയ്ക്കും പുറത്തു വന്നിട്ടില്ല. ഈ ഒരു പ്രമുഖ നടി എന്നുള്ള രീതിയിൽ വന്നപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വന്നപ്പോൾ തന്നെ പലരും ഗൗരി ഉണ്ണിമായ ആയിരിക്കും ഇതിനുള്ള ആ ഒരു പരാതി കൊടുത്ത നടി എന്നുള്ള രീതിയിലൊക്കെ സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. കാരണം ഈ ലാസ്റ്റ് എപ്പിസോഡുകളിലൊന്നും ഗൗരിയെ കാണാനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് സംശയം ആദ്യം ഊന്നിയതും ഗൗരിയിലേക്ക് തന്നെയായിരുന്നു. പ്രേക്ഷകരുടെ സ്വഭാവം അറിയാലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഉടനെ അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് അവർ നിരന്തരം ചോദ്യങ്ങൾ നിങ്ങളാണോ ഇതങ്ങനെ ചെയ്തത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഗൗരി കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വീഡിയോയിൽ വന്നിരുന്നു. കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ ഗൗരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ലൈവ് വീഡിയോ എന്താണെന്ന് നോക്കാം. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സിൽ ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ അതാണ് സംഭവം. പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ കണ്ടല്ലോ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഇതായിരുന്നു സംഭവം. അപ്പൊ ഗൗരി അല്ല എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഫുൾ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ.
അപ്പൊ ഗൗരി അല്ല എന്ന് വന്നപ്പോൾ തന്നെ പലരും മറ്റു നടിമാരിലേക്കാണ് പോയത്. മറ്റു നടിമാരെന്ന് പറയുമ്പോൾ നിഷ സാരംഗ് ഉൾപ്പെടെയുള്ള നടിമാരെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. കാരണം നിഷ സാരംഗും അതുപോലെ ഈ ഒരു ബിജു സോപാനവും അവരുടെ ബോണ്ട് നല്ല രീതിയിലുള്ള സമീപനങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ബിജു സോപാനം നമ്മുടെ നീലു ചേച്ചിയെ ഒരു കല്യാണം, ഋഷിയുടെ കല്യാണത്തിന് അന്ന് എടുത്ത ഒരു ഫോട്ടേജ് ആണ്. അപ്പൊ അതിൽ തന്നെ ഭയങ്കര സ്വാതന്ത്ര്യത്തോട് തന്നെയാണ് ബിജു ഈ നീലുവിനെ പിടിച്ച് വലിക്കുന്നതും എടുക്കുന്നതും. അതില് എന്തായാലും നിഷ സേഫ് അല്ല എന്നെങ്കിൽ ഒരിക്കലും തന്റെ ദേഹത്തെ തുടരാനോ അങ്ങനെ സമ്മതിക്കില്ല. പക്ഷെ ഇവരുടെ അങ്ങനെയല്ല, പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് നിഷയും ആ രീതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ സാരംഗ് ഇതുപോലെ ഒരു പരാതി കൊടുക്കുമെന്നും വിശ്വാസം വരുന്നില്ല, അല്ലെ? ഈ ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് നിഷ ഈ ഒരു ഉപ്പുമുളകും സീരിയലുമായി ബന്ധപ്പെട്ട് ഒരു അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഉപ്പുമുളക് സീരിയലിലെ ഡയറക്ടറിൽ നിന്ന് അനുഭവപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ അതും നിഷ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ ഇതാണ്. പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മൾ എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും വരും ഇങ്ങനെ എന്താണ് ചിക്കാനും തോണ്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ മോശം വേർഡ്സ് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇഷ്ടമല്ല, എന്നോട് പറയാതെ എനിക്ക് ഇഷ്ടമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പുള്ളി പിന്നെ അങ്ങനത്തെ വേർഡ്സൊക്കെ വന്നപ്പോൾ പിന്നെ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുകയും പിന്നെ എൻ്റെ അടുത്ത് എടി പൊടി എന്നൊക്കെ വിളിയൊക്കെ എന്നോട് ദേഷ്യം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമല്ലോ. ഇടി പൊടിയും പറ്റവളെ മറിച്ചോളെ എന്നൊക്കെ വിളി തുടങ്ങി. അപ്പോൾ ഞാൻ ശ്രീകണ്ഠ സാറിനെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ശ്രീകണ്ഠ സാറിനെ വിളിച്ചു പറഞ്ഞു. ശ്രീകണ്ഠ സാറ് വന്നു വാൺ ചെയ്തു. പുള്ളി എടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുതും. കാരണം ഇത് 6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂവിൽ തന്നെയാണ് നിഷ ഈ ഒരു ഡയറക്ടറിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറയുന്നത് തന്നെ. എന്നാൽ ഇത്രയേറെ അലിഗേഷൻ അന്ന് ഉണ്ടായിരുന്നിട്ട് പോലും അതിനേറെ ഒന്നും പ്രതികരിച്ചെന്ന് ആരും ഒന്നും പുറത്തൊന്നും വന്നിട്ടില്ല. കാരണം അതിലെ ഡയറക്ടറെ എടുത്ത് മാറ്റി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഒരു കാര്യമായിട്ടുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല, അല്ലേ? അപ്പം ആ ഒരു അലിഗേഷൻസും കാര്യങ്ങളും ഈ ഉപ്പുമുളക് സെറ്റിലെ പണ്ട് മുതലേ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം പലരും പറയുന്നത്. അതായത് ഈ അടുത്താണ് ഋഷിയൊക്കെ ഇതിൽ നിന്ന് പിരിഞ്ഞു പോയതും എന്തൊക്കെ സംസാര വിഷയമായി അങ്ങനെയൊക്കെ മാറി. പിന്നെ ഭവാനി അമ്മ എന്നുള്ളൊരു ക്യാരക്ടർ, അവരെ കുറിച്ചും കുറെ അലിഗേഷൻസും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറേയേറെ കാര്യമായി. പക്ഷെ ഈ സംഭവങ്ങൾ വേറെയാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു സംഭവം നമ്മൾ മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. രണ്ടും 2 സംഭവങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഏത് നടിയാണെന്നുള്ള കുറേയേറെ സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാവുകയാണ്. എന്തായാലും പോലീസ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു കേസിന്റെ ഒടുവിൽ തന്നെ നമുക്ക് സത്യാവസ്ഥ അറിയാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ശ്രീകുമാറിനെതിരെയും വന്നതും, ശ്രീകുമാറിന്റെ ഭാര്യ നമുക്കറിയാലോ, സ്നേഹ ശ്രീകുമാർ. നമുക്ക് മറിമായം സീരിയലിലെ മണ്ടോദ്രി എന്ന ക്യാരക്ടർ പറയുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ അവരെ അറിയുന്നതല്ലേ. ഇവരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഈ അടുത്താണ് ഇവർക്കൊരു മകൻ പിറന്നത്. അപ്പം സ്നേഹയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് സ്നേഹ പല വിശേഷങ്ങളും അറിയിച്ചെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഈ ഒരു അലിഗേഷൻ വന്നപ്പോൾ തന്നെ സ്നേഹ തന്റെ FB അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ശ്രീകുമാറിന്റെയും സ്നേഹയുടെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചിട്ട് അസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലവ് ചിഹ്നങ്ങൾ, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അതായത് എനിക്ക് വിശ്വാസമാണ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അതിനെ താഴെ കുറേയേറെ കമന്റുകളൊക്കെ വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമന്റ്സും ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും അവർ മാനിക്കുന്നില്ല. തൊട്ട് മുന്നേ തന്നെ അവർ ക്രിസ്മസിന്റെ പ്രോഗ്രാമും വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തത്. പക്ഷേ ഇവിടെ സ്നേഹ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ തന്റെ ഭർത്താവിന് അത്രയും വിശ്വാസമുള്ളത് കൊണ്ട്, തന്റെ ഭർത്താവ് ആ രീതിയിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്നേഹ ഇവിടെ. അപ്പൊ സ്നേഹ കാണിച്ചത് പ്രൗഡ് വൈഫും പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു അലിഗേഷൻസ് ഇങ്ങനെ വന്ന സ്ഥിതിക്ക്, പ്രത്യേകിച്ചും ഈ ഒരു ഫെയിമായിട്ട് പബ്ലിക് ഫെയിമിൽ നിൽക്കുന്ന ബാലു, കുട്ടുമാമൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ഇവർ 2 പേരും ഈ ഒരു ലൈംഗിക അതിക്രമ കേസിൽ വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഷോക്കായില്ലേ. പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഷോക്കായി. പലരും ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നില്ല. ഇവരിങ്ങനെയൊന്നും ആവത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ സാധിക്കും.